ഉംറയ്ക്ക് പോയാൽ, ഹജ്ജിന് പോയാൽ കാണാം, തൻഈമിലാണ് മസ്ജിദ് ആയിഷയുള്ളത്. ആ ആയിഷ പള്ളിയുടെ സമീപത്ത് ചെറിയൊരു കുന്നുണ്ട്. ആ കുന്നിന്റെ മുകളിലാണ് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റപ്പെട്ടത്. കഅബയുടെ സമീപത്ത് നിന്ന് തൂക്കിലേറ്റപ്പെടാൻ വേണ്ടി മഹാനവറുകളെ പരിശുദ്ധമായ ഹറം ബൗണ്ടറിക്ക് പുറത്തു കൊണ്ടുപോയിട്ടാണ് തൂക്കിലേറ്റിയത് എന്ന് പറഞ്ഞാൽ, ആ പരിശുദ്ധമായ ഹറമിൽ ഒരാളെയും ആക്രമിക്കപ്പെടുന്നതല്ല, ഒരാളെയും വേദനിപ്പിക്കപ്പെടുന്നതല്ല. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ നാട്ടിൽ നീ വലിയ സുരക്ഷ നൽകണേ അല്ലാ എന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുമായി ഈ ഉമ്മത്തിന് വലിയ ബന്ധമുണ്ട്. ഈ ഉമ്മത്തിന് വലിയ ബന്ധം. അവിടുത്തെ ചര്യകൾ, അനവധി ചര്യകൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചര്യകളാണ് നമ്മൾ അനുധാവനം ചെയ്യുന്നവയിൽ പലതും. ഏതുവരെ എൻ്റെ സഹോദരിമാരെ, അടുക്കളയിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉപ്പ് പോലും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സംഭാവനയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഏറെ സൽക്കാരപ്രിയനാണ്. ഒരിക്കലും അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ എനിക്ക് ഈ ഉമ്മത്ത് മുഹമ്മദിനെ ഒന്ന് സൽക്കരിച്ചാൽ തരക്കേടില്ല. എൻ്റെ കാലശേഷം വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ സൽക്കരിക്കാൻ ഒരാഗ്രഹം. അള്ളാഹുവിനോട് ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ അള്ളാഹു തആല ചോദിക്കുകയാണ്, അല്ല ഇബ്രാഹിം, നിങ്ങളുടെ കാലശേഷം വരുന്ന സമൂഹമല്ലേ ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം, നിങ്ങളെങ്ങനെ അവരെ സൽക്കരിക്കും? ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു, അല്ലാഹുവേ നിന്റെ ഖളായിൽ, നിന്റെ തീരുമാനത്തിൽ അങ്ങനെ ഒരു ഖളാ വന്നാൽ നീ അതിന് തൗഫീഖ് തന്നാൽ നടക്കുന്നതാണല്ലോ. അതുകൊണ്ട് എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തെ സൽക്കരിക്കാനുള്ള ഭാഗ്യം നൽകണമെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്. ഉടനെ അല്ലാഹു തആല പറയുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്പം കർപ്പൂരകം എടുക്കാൻ വേണ്ടി പറയുന്നു. ആ കർപ്പൂരകം കയ്യിലെടുത്ത് പരിശുദ്ധമായ കഅബയുടെ സമീപത്ത് മർവയുടെ ഭാഗത്തുകൂടെ പുറത്തേക്ക് വന്നാൽ നമ്മൾ ചെല്ലുന്നത് ജബൽ അബീ ഖുബൈസ്, അബൂ ഖുബൈസ് എന്ന പർവ്വതത്തിന്റെ മുകളിലേക്കാണ്. ആ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അങ്ങനെ മഹാനവറുകൾ ആ കർപ്പൂരകവുമായി അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറി. എന്നിട്ട് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, ആ കയ്യിലുള്ള കർപ്പൂരകത്തിൽ നിങ്ങൾ ഒന്ന് ഊതുക. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ കർപ്പൂരകത്തിൽ ഊതിയപ്പോൾ അവിടുത്തെ മുഅ്ജിസത്ത് മുഖേന ആ കയ്യിലുള്ള കർപ്പൂരകം ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ചെന്നു പതിച്ചു. എന്നിട്ട് ചരിത്രകാരന്മാർ ഇമാം ഖുർത്തുബിയെ പോലെയുള്ളവർ രേഖപ്പെടുത്തുകയാണ്, അന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ നിന്ന് ആ കർപ്പൂരകം എവിടെയെല്ലാമാണോ വീണിട്ടുള്ളത് അവിടെ നിന്നു മാത്രമാണ് ഇന്ന് ഉപ്പ് ലഭിക്കുന്നത്. ആ ഭാഗത്ത് നിന്നു മാത്രമേ ഇന്ന് ഉപ്പ് ലഭിക്കുന്നുള്ളൂ. ഉപ്പില്ലാത്ത ഭക്ഷണമില്ല. അടുക്കളയിലെ ഉപ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൽക്കാരമാണ്. എനിക്ക് ഉമ്മത്ത് മുഹമ്മദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തെ ഒന്ന് സൽക്കരിക്കണമെന്ന് മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ അള്ളാഹു തആല കൊടുത്ത ഒരു തൗഫീഖാണത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മിൽഹു സയ്യിദു ത്വആം, ഭക്ഷണങ്ങളുടെ രാജാവ് ഉപ്പാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരു ഉരുള ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഓർമ്മ അതിലുണ്ട്. നമ്മളെയൊക്കെ നാടുകളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നൊക്കെ കുടുംബങ്ങളിൽ നിന്നൊക്കെ പലരും ഹജ്ജിന് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ആരോ പോയോ? രണ്ടാള് തലയാടുന്ന അള്ളാഹുവെ അവർക്കും ഞങ്ങൾക്കൊക്കെ ഒരുപാട് തവണ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
നമുക്കിപ്പോൾ അത് നമ്മൾക്കൊന്നും പോവാനായിട്ടില്ല, എനിക്കൊന്നും ബാധ്യത ആയിട്ടില്ല എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് പലപ്പോഴും നമ്മൾ. പക്ഷേ എത്ര സമ്പത്ത് നമ്മൾ വേറെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നുണ്ട്. നിൻ്റെ മകളെ കെട്ടിച്ചപ്പോൾ നീ 10 പവൻ കൊടുത്തിട്ടില്ലേ? 15 പവൻ കൊടുത്തിട്ടില്ലേ? 20 പവൻ കൊടുത്തിട്ടില്ലേ? ഇതൊന്നും ശറയിൽ ബാധ്യത ഉള്ളതല്ല. ഇതൊന്നും ശറയിൽ ഫർളായ സംഗതിയല്ല. അപ്പോൾ പിന്നെ അതിനൊക്കെ വേണ്ടി നമ്മൾ സമ്പത്ത് ചെലവാക്കിയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾക്കും പോകണം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. കണ്ടില്ലേ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, ചില ആളുകൾ മരണപ്പെടുന്ന സമയത്ത് അവർ പറയും, അല്ലാഹുവേ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, എന്നെ ഒരല്പസമയം കൂടെ നീ ഒന്ന് പിന്തിപ്പിച്ചു തരണേ. അങ്ങനെ നീ എന്നെ പിന്തിപ്പിച്ചു തന്നാൽ ഫഅസ്വദ്ദഖ, ഞാൻ സ്വദഖ ചെയ്തോളാം. അഥവാ ആയത്ത് വ്യാഖ്യാനിച്ചു മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ. എന്നിട്ട് പറയുകയാണ്, ഫഅസ്വദ്ദഖ എന്ന് പറയുന്നത് ആരാണ്? സക്കാത്ത് കൊടുക്കേണ്ട സമയത്ത് സക്കാത്ത് ബാധ്യതയായിട്ട് കൊടുക്കാതെ പിന്തിപ്പിച്ചു വെച്ചവരാണ്. അവർ മരണസമയത്ത് പറയുന്നതാണ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ, ഞാൻ സ്വാലിഹീങ്ങളിൽ പെടുകയും ചെയ്യാം. ആരാണ് സ്വാലിഹീങ്ങളിൽ പെടാമെന്ന് പറയുന്നത്? ഹജ്ജ് ബാധ്യതയായിട്ട്, ഹജ്ജിന് പോകൽ നിർബന്ധമായിട്ട് ഹജ്ജിന് പോകാതെ ആ ബാധ്യത വീട്ടാതെ മാറ്റി നിന്നവര്, അത് മാറ്റിവെച്ചവരാണ്. അവരാണ് അതാ മരണസമയത്ത് അല്ലാഹുവേ ഒരല്പസമയം കൂടെ എനിക്കൊന്ന് പിന്തിപ്പിച്ചു തന്നാൽ ഞാൻ ഹജ്ജിന് പോയിക്കോളാമെന്ന് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളതിന് ദുആ ചെയ്യണം. ഹജ്ജ്, ഉംറ എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഒരു വലിയ തൗഫീഖാണ്. ചെറുപ്പക്കാർ നമ്മളിങ്ങനെ ചിന്തിക്കാൻ, അതൊക്കെ പ്രായാവട്ടെ എന്നിട്ട് പോകാം. അല്ല, ആരോഗ്യമുള്ള സമയത്ത് തന്നെ പോകണം. ആരോഗ്യമുള്ള സമയത്ത് തന്നെ പോകണം. അപ്പോഴാണ് നമുക്കവിടെ എത്തിയിട്ട് ആരോഗ്യത്തോടെ അമലുകൾ ചെയ്യാൻ കഴിയുക. നടന്നിട്ട് തവാഫ് ചെയ്യണം, നടന്ന് സഈ ചെയ്യണം. മഹദിമാര് കയറിപ്പോയ മലകളിലും വീഥികളിലും ഒക്കെ നമുക്ക് കയറണം. അതിന് ആരോഗ്യമുള്ള സമയത്ത് പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന് ഒന്നാമത്തെ മാർഗം, എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, പടച്ചോനോട് ദുആക്ക് തന്നെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. സാമ്പത്തികം അത് മറ്റൊരു വിഷയമാണ്. സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, അവസരങ്ങളുണ്ട്, എന്നിട്ടും ഹജ്ജ് ചെയ്യാത്ത, ഉംറ ചെയ്യാത്ത എത്ര ആളുകളുണ്ട്. സമ്പത്തുണ്ടായതുകൊണ്ട് പോകാനാവോ? ഇല്ല. സമ്പത്ത് അങ്ങനെയാണെങ്കിൽ എല്ലാ സമ്പന്നന്മാരും പോകേണ്ടവരല്ലേ? സമ്പത്തുണ്ടായതുകൊണ്ട് ഹജ്ജിന് പോകാൻ കഴിഞ്ഞോളുന്നില്ല, ഉംറക്ക് പോകാൻ കഴിഞ്ഞോളുന്നില്ല. എന്നാൽ ആരോഗ്യം ഉണ്ടായാൽ പോകാൻ പറ്റുമോ? ആരോഗ്യമുള്ള എത്ര ആളുകൾ പോകാൻ കഴിയാത്തവരുണ്ട്. പരിശുദ്ധമായ കഅബയുടെ തൊട്ട് സമീപത്ത് താമസിക്കുന്ന എത്ര ആളുകൾ പോകാത്തവരുണ്ട്. ഉംറക്കൊക്കെ വേണ്ടി ചെല്ലുന്ന സമയത്ത്, ഹജ്ജിനൊക്കെ ചെല്ലുമ്പോൾ ചില ആളുകൾ കഅബയുടെ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. പക്ഷേ അവർ പറയും, കഫീൽ ഇത്രയും കാലമായിട്ട് സമ്മതം തന്നിട്ടില്ല, ഒരു ഉംറക്ക് പോകാൻ, ഒരു ഹജ്ജിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 10-12 കൊല്ലമായി പരിശുദ്ധമായ ഹറമിൻ്റെ തൊട്ടപ്പുറത്താണ് താമസം, ജിദ്ദയിലാണ് താമസം, റിയാദിലാണ് താമസം, എന്നിട്ടും പോകാത്തവരുണ്ട്. ഇതൊരു തൗഫീഖാണ്. ഹജ്ജിന് പോവുക, ഉംറക്ക് പോവുക എന്നൊക്കെ പറഞ്ഞത് അതൊരു മഹാ തൗഫീഖാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആ തൗഫീഖിന് വേണ്ടി മറ്റു കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതില്ല. അതിൻ്റെ സമ്പത്ത് എവിടെ? ഞാൻ ഇത്രയൊക്കെ പ്രായമായില്ലേ, എനിക്ക് എന്തൊക്കെയോ അസുഖമുണ്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെ? ആ വക ചിന്തകൾ നമ്മൾ ചിന്തിക്കേണ്ടതില്ല. എന്തെല്ലാം എത്ര പ്രായമുള്ളവരെയാണ് അള്ളാഹു പരിശുദ്ധമായ കഅബയുടെ സമീപത്ത് വന്നിട്ട് അവർ വളരെ ആരോഗ്യത്തോടെ ഹജ്ജ് നിർവഹിച്ചു പോയവരില്ലേ? സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടില്ലേ, ലെബനോനിൽ നിന്ന് വരുന്ന ഒരു ഹാജി, അദ്ദേഹം എയർപോർട്ടിൽ തടയപ്പെട്ടു. അയാൾ അപ്പോഴും പറഞ്ഞു, എനിക്ക് റബ്ബ് ഖളാ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കഅബയിലെത്തും.
പൈലറ്റ് പറഞ്ഞു അയാൾ ഈ ഫ്ലൈറ്റിൽ കയറ്റാൻ പറ്റില്ല. ഫ്ലൈറ്റ് പൊങ്ങി, അരമണിക്കൂറിനകം യന്ത്രത്തകരാർ, ഫ്ലൈറ്റ് തിരിച്ചിറക്കി. നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോഴും പൈലറ്റ് പറഞ്ഞു ഇയാളെ കയറ്റാൻ പറ്റില്ല, രേഖാപരമായ പ്രശ്നങ്ങളുണ്ട്. യന്ത്രത്തകരാറ് പരിഹരിച്ച് വീണ്ടും ഫ്ലൈറ്റ് പൊങ്ങി. ആകാശത്തെത്തിയപ്പോൾ വീണ്ടും തകരാറ്, തിരിച്ചിറങ്ങി. അതേ ഫ്ലൈറ്റിൽ അയാൾ കയറിപ്പോയി. അള്ളാഹുവിൻ്റെ തൗഫീഖ്, അള്ളാഹുവിൻ്റെ ഖളാ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തും. അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പരിശുദ്ധമായ കഅബയുടെ സമീപത്ത് എന്ന് ആ കഅബാലയം കണ്ണ് നിറയെ ഖൽബ് നിറയെ കാണാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് തവണ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ, ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ അലാ വജ്ഹിൽ അർളി ബൽദത്തുൻ യുസ്തജാബു ഫീഹാ ദുആഉ ഫീ 15 മൗദിയൻ ഇല്ലാ മക്ക. ഒരേ പ്രദേശത്ത് തന്നെ, ഒരേ നാട്ടിൽ തന്നെ 15 സ്ഥലങ്ങൾ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ 15 സ്ഥലങ്ങൾ ഒരേ നാട്ടിൽ തന്നെ ഒരുമിച്ച് കൂട്ടപ്പെട്ടതായ ഒരു നാട് മക്കയല്ലാതെ വേറെ ഒരു നാടില്ല. ആ നാട്ടിൽ 15 സ്ഥലങ്ങളിലാണ് അല്ലാഹു തആല ദുആക്ക് ഇജാബത്ത് നൽകുന്നത്. എന്നിട്ട് ഹബീബായ തങ്ങൾ തുടർന്ന് പറയുകയാണ്, ഒന്നാമത്തേത് ജൗഫുൽ കഅബ വദ്ദുആഉ ഫീഹാ മുസ്തജാബ്. ഒന്നാമത്തേത് കഅബയുടെ ഉൾഭാഗമാണ്. കഅബയുടെ അന്തർഭാഗം എല്ലാവർക്കും കയറാൻ അവസരം ലഭിച്ചുകൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫത്ഹ് നടന്നപ്പോൾ പരിശുദ്ധമായ കഅബാലയത്തിന്റെ താക്കോല് ചോദിക്കുകയാണ്. ഹബീബായ തങ്ങൾ ആ കഅബയുടെ വാതിൽക്കൽ ഇങ്ങനെ നിന്നിട്ട് ചോദിക്കുന്നു, ആരുടെ കയ്യിലാണ് ഈ കഅബയുടെ താക്കോലുള്ളത്? അപ്പോഴാണ് ശത്രുപക്ഷത്തു നിന്ന് ഒരാൾ എഴുന്നേറ്റിട്ട് പറയുകയാണ്, എൻ്റെ കയ്യിലാണ് മുഹമ്മദേ ഉള്ളത്, താക്കോല് തരാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്തേ? ഈ പരിശുദ്ധമായ കഅബ ഇന്ന് ഇസ്ലാമിൻ്റെ കീഴിലാണ്, അതുകൊണ്ട് കഅബയുടെ താക്കോല് തരണം. അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല. ഉടനെ സ്വഹാബികൾ അവരതാ കയറിയിട്ട് ബലമായി പിടിച്ച് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങുകയാണ്. താക്കോല് വാങ്ങി ഹബീബായ തങ്ങളെ ഏൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കഅബാലയം തുറന്നു, അതിനുള്ളിൽ കയറി. കൂടെ സ്വഹാബത്ത് കയറി. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കയറി, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കയറി, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കയറി, റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു കയറി, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കയറി. ഇങ്ങനെ പലരും ഹബീബായ തങ്ങളുടെ കൂടെ പരിശുദ്ധമായ കഅബയുടെ ഉള്ളിൽ കയറി. നിസ്കാരാദി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. എന്നിട്ട് എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി. കഅബയുടെ വാതിലടച്ചിട്ട് അള്ളാന്റെ ഹബീബ താക്കോൽ ഇങ്ങനെ ഉയർത്തിയിട്ട് ചോദിക്കുകയാണ്, അല്ലയോ കൂട്ടുകാരെ, ആരുടെ കയ്യിൽ നിന്നാണ് ഈ താക്കോല് വാങ്ങിയത്? അപ്പോഴാണ് ശത്രുപാളയത്തിൽ നിന്ന് നേരത്തെ താക്കോല് ബലമായി പിടിക്കപ്പെട്ട ആൾ, അയാൾ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്, അതിങ്ങ് തരണേ മുഹമ്മദ്. അള്ളാഹുവിന്റെ ഹബീബ താക്കോല് കൊടുക്കുന്നു. ഖുദ്ഹാ ഖാലിദത്തൻ താലിദാ, ഇനി കാലകാലം നിങ്ങൾ വെച്ചോളൂ താക്കോലെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ താക്കോല് ശത്രുവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആ ശത്രു ആലോചിക്കുകയാണ്, ഇതെന്തൊരു നേതാവാണ്, താക്കോല് വാങ്ങി അവരാവശ്യം കഴിഞ്ഞ് എന്നെ തന്നെ തിരിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമാധാനപരമായ ഇടപെടൽ കണ്ടപ്പോൾ
അദ്ദേഹം അവിടെ വെച്ച് ഇസ്ലാമിലേക്ക് വരികയാണ്. ഖുദ്ഹാ ഖാലിദത്തൻ താലിദാ, ഇനി കാലകാലം നിങ്ങൾ തന്നെ കഅബയുടെ താക്കോല് വെച്ചോളൂ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് അന്ന് കയറിയതുപോലെ, അന്ന് കഅബയുടെ ഉള്ളിലേക്ക് ചില പ്രധാനികൾ കയറിയതുപോലെ ഇന്നും അങ്ങനെ മാത്രമേ കഅബയുടെ ഉള്ളിലേക്ക് പ്രധാനികൾക്ക് കയറാൻ കഴിയാറുള്ളൂ. ഹബീബായ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ കഅബയിൽ, പരിശുദ്ധമായ മക്കയിൽ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കഅബയുടെ ഉൾഭാഗമാണ്. രണ്ടാമത്തേത് വദ്ദുആഉ ഇൻദൽ ഹജറിൽ അസ്വദി മുസ്തജാബ്. ഹജറുൽ അസ്വദിന്റെ സമീപത്ത് ദുആക്ക് ഇജാബത്തുള്ള പ്രദേശമാണ്. ഹജറുൽ അസ്വദിന്റെ സമീപത്ത്, അല്ലാഹുവേ ഞങ്ങൾക്ക് അവിടെ ചെല്ലാൻ, ആ ഹജറുൽ അസ്വദ് പിടിച്ചു മുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് എന്നതിലുപരി ആ കല്ലിന് കൂടുതൽ മഹത്വമുണ്ടായത് ഭൂമിയിലെത്തിയതിന് ശേഷമാണ്. എന്തേ കാരണം? ഭൂമിയിലെത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുണ്ട് ആ ചുണ്ടിൽ ആ കല്ലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഹജറുൽ അസ്വദിലേക്ക് ഇങ്ങനെ മുഖം വെച്ച് ചുണ്ട് വെച്ച് ചുംബിക്കുമ്പോൾ ആ പ്രദേശം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഉമിനീര് കലർന്ന ചുണ്ട് വെച്ച സ്ഥലമാണത്. അപ്പൊ അവിടെയൊക്കെ ചുംബിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസി എത്ര വലിയ ഭാഗ്യവാനാണ്. അതുകൊണ്ടല്ലേ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹജറുൽ അസ്വദിനെ നോക്കിയിട്ട് പറഞ്ഞില്ലേ, നീ ഒരു കല്ല് മാത്രമാണ്, വെറും കല്ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നീ സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ് എന്നതൊന്നും ഒരു ചുക്കുമല്ല. കാരണം സ്വർഗത്തെക്കാൾ വലിയ നേതാവായ ഹബീബ്, സ്വർഗത്തെക്കാൾ വലിയ മഹത്വമുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നിന്നെ ചുംബിക്കേണ്ട ആവശ്യം എന്താ? കാരണം നിന്നേക്കാൾ മഹത്വം ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെക്കാൾ, കഅബയേക്കാൾ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഹജറുൽ അസ്വദിനേക്കാൾ മഹത്വം റസൂലുള്ളാഹി തങ്ങൾക്കാണ്. എല്ലാറ്റിനേക്കാളും മഹത്വം ഹബീബായ തങ്ങൾക്കാണ്. അപ്പോൾ പിന്നെ സ്വർഗത്തെക്കാൾ തന്നെ മഹത്വം മുത്തുനബിക്കാണ്. എന്നിട്ടല്ലേ സ്വർഗത്ത് നിന്ന് വന്ന കല്ല്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, റസൂലുള്ളാഹി തങ്ങൾ നിന്നിൽ ചുണ്ട് വെച്ചത് കൊണ്ട് ഞാൻ നിന്നെ ചുംബിക്കുന്നു. അല്ലെങ്കിൽ നീ എന്ത്? മുത്തുനബി ഇവിടെ ഉള്ളിടത്തോളം കാലം നീ എന്ത്? അപ്പോൾ ഹജറുൽ അസ്വദിന്റെ സമീപത്ത് ദുആക്ക് ഇജാബത്തുണ്ട്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ച കല്ലാണ്. സ്വർഗത്തിലുള്ളതിനേക്കാൾ വലിയ മഹത്വം ഇവിടെ ദുനിയാവിൽ ഭൂമിയിൽ വന്നതിന് ശേഷമാണ് ഹജറുൽ അസ്വദിന് മഹത്വം കൂടിയത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്പർശനമേറ്റിട്ടുണ്ട്. വദ്ദുആഉ ഇൻദ റുക്നിൽ യമാനി മുസ്തജാബ്. ഞാനിത് പറയുന്നത് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതൊക്കെയും നേരിട്ട് കാണാനുള്ള അവസരം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പലതവണ നൽകണേ അല്ലാ. ഇന്നു മുതൽ തന്നെ ദുആ ചെയ്യണം. ഇന്നു മുതൽ തന്നെ ആഗ്രഹം വരണം കൽബിൽ. എങ്ങനെയെങ്കിലും റബ്ബേ ഒന്ന് മക്കത്തെത്തണം, ഒരു ഉംറ ചെയ്യണം, അല്ല ഒരു ഹജ്ജ് തന്നെ ചെയ്യണം. ഈ ഒരു ചിന്തയിൽ നമ്മൾ റബ്ബിലേക്ക്, അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. റുക്നുൽ യമാനിയുടെ സമീപത്ത് ദുആക്ക് ഇജാബത്തുണ്ട്. ഹജറുൽ അസ്വദിന്റെ അരികിലെത്തുന്നതിന് മുമ്പ് തൊട്ടിപ്പുറത്തുള്ള മൂലയാണ് റുക്നുൽ യമാനി. ആ റുക്നുൽ യമാനിയിൽ കൈവച്ചിങ്ങനെ മൊത്തൽ സുന്നത്താണ്. കൈവച്ച് കൈ തൊട്ടുമൊത്തൽ സുന്നത്താണ്. എന്നാൽ ഹജറുൽ അസ്വദിലേക്ക് ചുണ്ട് വെച്ച് ചുംബിക്കലാണ് സുന്നത്തുള്ളത്. റുക്നുൽ യമാനിയെ കൈ കൊണ്ട് തൊട്ടുമുത്തലാണ് സുന്നത്തുള്ളത്. ആ റുക്നുൽ യമാനിയുടെ സമീപത്ത് ദുആക്ക് ഇജാബത്തുണ്ട്. വദ്ദുആഉ തഹ്തൽ മീസാബി മുസ്തജാബ്. സ്വർണ്ണപ്പാത്തിക്കു താഴെ അതാ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവിടെ വലിയ ഉത്തരമാണ്. കഅബയുടെ മുകളിൽ വീഴുന്ന വെള്ളം, ആ വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടി ആദ്യകാലത്ത് ഒരു പാത്തി ഉണ്ടാക്കി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പാത്തി ഉണ്ടാക്കിയപ്പോൾ ഒരു ഈത്തപ്പനയുടെ മട്ടലായിരുന്നു വെച്ചത്, ചരിത്രകാരന്മാരെഴുതി. പിന്നീട് അത് വെള്ളിയായി, പിന്നെ അത് സ്വർണമായി. ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുന്നത് കാണാം, ഈ സ്വർണ്ണപ്പാത്തിക്ക് താഴെ എന്തായാലും ഉത്തരമുണ്ട് എന്നാണല്ലോ.
ഒരു സ്ത്രീ വന്നിട്ട് ഈ പാത്തിയുടെ താഴെ ഇങ്ങോട്ട് നിന്നിട്ട് പടച്ചോനെ ഇവിടുന്ന് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുമല്ലോ, ഈ കാണുന്ന സ്വർണ്ണപ്പാത്തിൻ്റെ മടിയിൽ ഇങ്ങോട്ട് വീഴണം, എനിക്ക് നാട്ടിൽ കൊണ്ടുപോകാനാണ്. ഒരു പെണ്ണങ്ങോട്ട് ദ്വാരം തോന്നി, ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തി. അപ്പോൾ അവിടെ ഘടിപ്പിച്ചു വെച്ച ആ സ്വർണ്ണപ്പാത്തി അങ്ങനെ തന്നെ ഈ പെണ്ണിൻ്റെ മടിയിലേക്കാണ്ട് വീണു. അങ്ങനെ പിന്നീട് സൗദി ഗവൺമെൻറ് അതിനാവശ്യമായ വില കൊടുത്ത് പാത്തി അവിടെ തന്നെ ഫിറ്റ് ചെയ്തു. തൽക്കാലം പണം കിട്ടിയാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ അതിന് വില കിട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഉത്തരം ലഭിക്കുന്ന സ്ഥലമാണ് സ്വർണ്ണപ്പാത്തിക്കു താഴെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വദ്ദുആഉ ഫിൽ ഹജരി മുസ്തജാബ് വദ്ദുആഉ ഫിൽ മുൽതസമി മുസ്തജാബ്. കഅബയുടെ വാതിലിൻ്റെ സമീപത്ത് മുൽതസം എന്നൊരു പ്രദേശമുണ്ട്, ഒരു പ്രത്യേകമായ സ്ഥലമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കഅബയിലേക്ക് ഇങ്ങനെ കൈവച്ചിട്ട് ചില ആളുകൾ ദുആ ചെയ്യുന്നത്. മുൽതസം എന്ന് പറഞ്ഞാൽ ദുആക്ക് ഇജാബത്ത് ലഭിക്കൽ നിർബന്ധമായ സ്ഥലമെന്നാണ്. അവിടെ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരമാണ്. വദ്ദുആഇ ഖൽഫൽ മഖാമി മുസ്തജാബ്. മഖാമു ഇബ്രാഹീമിൻ്റെ പിന്നിൽ ദുആക്ക് ഇജാബത്തുണ്ട്. മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബ നിർമ്മിക്കുമ്പോൾ അവിടുന്ന് ഒരു കല്ലിൽ കയറി നിന്നു. അതൊരു ലിഫ്റ്റ് പോലെ ആവശ്യത്തിന് ഉയരുകയും താവുകയും നീങ്ങുകയും ചെയ്തു. ആ കല്ലാണ് മഖാമു ഇബ്രാഹീമിലുള്ളത്. ആ മഖാമു ഇബ്രാഹീമിൻ്റെ പിന്നിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരമുണ്ടെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് ആ കല്ലിൻ്റെ ഒരു ചരിത്രം. ഇനി ആ കല്ല് ഒരു മരുമകൾ അമ്മോശനെ സഹായിച്ച കല്ലാണത്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം ചെയ്തു, കല്യാണം കഴിച്ച് അങ്ങനെ തൊട്ടടുത്ത ദിവസം ഇബ്രാഹിം അലൈഹി സ്വലാം കുതിരപ്പുറത്ത്, പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാം കുതിരപ്പുറത്ത് ഇങ്ങനെ വന്നിട്ട് വീട്ടിൽ വന്നപ്പോൾ അവിടെ ഭർത്താവില്ല. ഇസ്മായിൽ നബി അലൈഹി സ്വലാം അവിടെ ഇല്ല. അപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങാതെ ഇങ്ങനെ ചോദിച്ചു, പെണ്ണിനോട് ചോദിച്ചു, നമ്മൾ കേട്ടിട്ടുള്ള സംഭവം. ആ പെണ്ണിനോട് ചോദിച്ചു, മരുമകളോട് ചോദിച്ചു, എന്തൊക്കെ വിശേഷം? അപ്പോൾ മരുമകൾ പറഞ്ഞു, വല്ലാത്ത പ്രശ്നമാണ്, ഭയങ്കര പട്ടിണിയാണ്, ഇവിടെ വെള്ളമില്ല, മുളകില്ല, അരിയില്ല, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ മരുമകളോട് പറഞ്ഞു, നിന്റെ ഭർത്താവ് വന്നാൽ അഥവാ എൻ്റെ മകൻ വന്നാൽ ഈ ഉമ്മരപ്പടി ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടി പറയണോ എന്ന് പറഞ്ഞു. വന്നപ്പോൾ ഈ മരുമകൾ ഭാര്യ പറഞ്ഞു ഇസ്മായിൽ അലൈഹി സ്വലാമിനോട്, നിങ്ങളെ ഉപ്പ വന്നിരുന്നു, നിങ്ങളോട് ഈ ഉമ്മരപ്പടി ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിന്നെ മാറ്റണമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പരിഭവവും ഈ ഇല്ലാപ്പാട്ട് പാടുന്ന ഈ പെണ്ണിവിടെ വേണ്ടെന്നാണ് ഉപ്പ പറഞ്ഞതിൻ്റെ താല്പര്യം. അങ്ങനെ തൊലാക്കായി. ഏതോ ആവട്ടെ, രണ്ടാമതൊരു പെണ്ണിനെ വിവാഹം ചെയ്തു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നേരത്തെ വന്നതുപോലെ ഈ പെണ്ണിനെടുക്കൽ വീണ്ടും വന്ന് കുതിരപ്പുറത്തുനിന്ന് ഇങ്ങനെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, ഇവിടെ ഇല്ലേ? ഇല്ല. എന്താ വിശേഷം? അൽഹംദുലില്ലാ, വളരെ റാഹത്താണ്, സന്തോഷമാണ്. അത് കേട്ടപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആ മരുമകൾ ഒരു കല്ലെടുത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറങ്ങാൻ സൗകര്യത്തിന് വേണ്ടി അവിടെ വെച്ചു കൊടുത്തു. ആ കല്ലിലേക്ക് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ഖസീദത്തുൽ ഹംസിയ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, ആ കല്ലിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കാലിങ്ങനെ വെച്ച് അങ്ങനെ ഇറങ്ങി. ആ കല്ല് ഇന്ന് കഅബയുടെ മുറ്റത്ത്. അമ്മായിയും അമ്മോശനും മരുമകളും തമ്മിലുള്ള ബന്ധം പഠിപ്പിക്കുകയാണ്. ഒരു മരുമകൾ അമ്മോശനെ സഹായിച്ച കല്ലാണിത്. ആ കല്ലാണ്, ആ അന്ന് താഴേക്കിറങ്ങാൻ വേണ്ടി ഉപയോഗിച്ച കല്ലാണ്. പിന്നീട് ഒരു പക്ഷേ ആ കല്ല് കഅബ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഇങ്ങനെയും കൂടെ ഒരു സംഭവം മഹാനായ ഇമാം ഇബ്നുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. മഖാമു ഇബ്രാഹീമിൻ്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കൽ സുന്നത്താണ്. ഏതുവരെ, എത്ര വരെ ഫുഖഹാവ് പറഞ്ഞിട്ടുണ്ട്? ഒരാൾക്ക് തവാഫ് കഴിഞ്ഞിട്ട് മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കാൻ സാധിച്ചില്ല എങ്കിൽ ആ നിസ്കാരത്തിൻ്റെ സമയം അയാളുടെ മരണം വരെയാണ്. അയാൾ മരിക്കുന്നതിന് മുമ്പ് ഏത് കാലത്ത് കഅബയിലെത്തിയാലും ആ മഖാമു ഇബ്രാഹീമിൻ്റെ പിന്നിൽ വെച്ച്, ഇയാൾ 25 കൊല്ലം മുമ്പ് ഹജ്ജിന് പോയതാണ്, അന്നൊരു തവാഫിൽ
സുന്നത്തായ ആ 2 റക്അത്ത് നിസ്കാരം അയാൾ നിർവഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ 25 കൊല്ലത്തിന് ശേഷം വീണ്ടും ചെന്നു. അന്നത്തെ നിസ്കാരം ഇപ്പോൾ ഖളാ വീട്ടാം. ആ കഅബയുടെ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് അവിടെ വെച്ച് നിസ്കരിക്കാവുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് അവിടെ വെച്ചുള്ള നിസ്കാരത്തിന്, അവിടെ വെച്ചുള്ള ദുആക്ക് വലിയ ഉത്തരമാണ്. വദ്ദുആഉ ഇൻദ ബിഇരി സംസം മുസ്തജാബ്. സംസം കിണറിന്റെ സമീപത്ത് വെച്ചുള്ള ദുആക്ക് വലിയ ഉത്തരമാണ്. മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ വന്നതാണ്. വദ്ദുആഉ അല സ്വഫാ മുസ്തജാബുൻ. സ്വഫാ പർവ്വതത്തിന്റെ മുകളിൽ വെച്ചുള്ള ദുആക്ക് ഉത്തരമുണ്ടെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന് സ്വഫയുടെ ചില ഭാഗങ്ങൾ അവിടെ കാണാനുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, പെട്ടെന്ന് പോകാൻ നോക്കണം. എത്രയും പെട്ടെന്ന്, കൂടുതൽ കഴിയട്ടെ. അടുത്ത കൊല്ലം ആവട്ടെ, അല്ല അടുത്ത കൊല്ലം, അതിൻ്റെ അടുത്ത കൊല്ലം, ഇങ്ങനൊന്നും ചിന്തിക്കേണ്ട. ഇന്ന് തന്നെ തീരുമാനിക്കുക. ഹജ്ജ് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അടുത്തന്നെ, തൊട്ടടുത്ത് തന്നെ ജൂൺ 10 തന്നെ വിസ അടിക്കൽ തുടങ്ങി. ജൂൺ 11 തന്നെ ഹാജി ഉംറയ്ക്ക് ഇറങ്ങുന്ന ആളുകൾ അവിടെ ഇറങ്ങാൻ തുടങ്ങും. അങ്ങനെ തന്നെ നിയത്താക്കിക്കോളി. പൈസൻ്റെ കാര്യമൊന്നും അല്ലല്ലോ ഇപ്പോൾ അത്. ഹാജിമാരിങ്ങനെ നമ്മളെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മളെ കൽബ് അതിലേക്ക് കൊതിക്കണമെന്ന് മഹാനായ ഇമാം ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. ഹാജിമാരെ യാത്ര അയക്കാന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളവിടെ ചെല്ലുമ്പോൾ എൻ്റെ കാര്യം കൂടെ ഒന്ന് പറയണേ. മദീനയിലേക്ക് യാത്ര ചെയ്യുന്നവരെ, ഇമാം ഹരീരി റഹിമഹുല്ലാഹ് പാടിയില്ലേ, അല്ലയോ മക്കത്തേക്ക് പോകുന്നവരെ, മദീനത്തേക്ക് പോകുന്നവരെ, ഞാനൊരു കത്ത് തരാം. എൻ്റെ ആ കത്തൊന്ന് മക്കത്ത് കൊടുക്കണേ. കഅബയുടെ സമീപത്ത് വെച്ച് വായിക്കണേ. മദീനത്ത് ഹബീബായ തങ്ങളെ ഓരത്തെത്തുമ്പോൾ സാധുവായ എൻ്റെ കത്തൊന്ന് വായിക്കണേ എന്ന് മഹാനായ ഇമാം ഹരീരി റഹിമഹുല്ലാഹ് പാടുകയാണ്. ഏതാണ് ആ കത്ത്? എനിക്കവിടെ എത്താനുള്ള കൊതിയാണ്. എനിക്ക് ആ കഅബയുടെ സമീപത്തെത്താനുള്ള കൊതിയാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആ സമയം തന്നെ എന്നെ എടുത്ത്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, ആ കൈക്കുഞ്ഞിനെ എടുത്ത് ആദ്യമായി ആ കുഞ്ഞിൻ്റെ ചെവിയിൽ അല്ലാഹു അക്ബർ എന്ന് കേൾപ്പിക്കണം. വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടതു ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. പ്രസവിക്കപ്പെട്ട കുഞ്ഞ് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, അവിടെ പറഞ്ഞു അങ്ങനെ ബാങ്കും ഇഖാമത്തും കൊടുക്കുമ്പോൾ കഅബയിലേക്ക് തിരിച്ചാണ് ആ കുഞ്ഞിനെ നിർത്തേണ്ടത്, ആ കുഞ്ഞിനെ കിടത്തേണ്ടത്. എൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞ് കിടക്കേണ്ടത് ബാങ്കും ഇഖാമത്തും കൊടുക്കുമ്പോൾ കഅബയിലേക്ക് തിരിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പ്രപഞ്ചത്തിലേക്ക് വന്നത് മുതൽ ആ നിമിഷം മുതൽ അല്ലാഹുവിൻ്റെ കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. എന്തിനാണ്? തവാഫ് ചെയ്യുമ്പോൾ പരിശുദ്ധമായ കഅബയെ ഇടതുഭാഗത്താക്കിയാണ് നടക്കേണ്ടത്. എല്ലാ വിഷയങ്ങളിലും വലത്തേതിനെയല്ലേ മുന്തിക്കേണ്ടത്. കഅബ വലതുഭാഗത്തായിട്ടല്ലേ നടത്തം വരേണ്ടത്. പക്ഷേ ശറഅ് പറയുന്നത്, ഫിഖ്ഹ് പറയുന്നത്, തവാഫ് ചെയ്യുന്ന വ്യക്തി കഅബയെ ഇടതുഭാഗത്താക്കി നടക്കണമെന്നാണ്. അഥവാ എൻ്റെ ഇടതുഭാഗം കഅബയിലേക്ക് തിരിച്ചിട്ടാണ് നടക്കേണ്ടത്. എന്തേ കാരണം? മനുഷ്യന്റെ ശരീരത്തിൽ ഇടതുഭാഗത്താണ് കൽബുള്ളത്, ഹൃദയമുള്ളത്. വലതുഭാഗത്താകുമ്പോൾ കഅബയിൽ നിന്ന് ആ ഹൃദയം അല്പം അകലെയാകും. എന്നാൽ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ കൽബ് കഅബയിലേക്ക് കൂടുതൽ അടുത്തു നിൽക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് കഅബയെ ഇടതുഭാഗത്താക്കിയിട്ട് തവാഫ് ചെയ്യണമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വന്ന ആ നിമിഷം നമ്മളെ കഅബയിലേക്ക് തിരിച്ചു നിർത്തിയതാണ്. ഓരോ വക്ത നിസ്കാരത്തിലും മുത്തവജ്ജിഹൻ ഇലൽ ഖിബില, ഖിബിലയിലേക്ക് നമ്മളിങ്ങനെ പറയാണ്. ഇതൊന്ന് കാണാൻ നമ്മൾ പൂതി വെക്കണം. നമ്മളെ മനസ്സിൽ അതിനൊരാഗ്രഹം വേണം. അത് ഈമാനിൻ്റെ അടയാളാണ്.
നമ്മൾ ഈ കുട്ടിയായ സമയത്ത് ആദ്യം തന്നെ നമ്മളെ തിരിച്ചത് കഅബയിലേക്കാണ്. ഞാൻ ഇടയ്ക്ക് സന്ദർഭോചിതമായിട്ട് സൂചിപ്പിക്കുകയാണ്. ആ പ്രസവിക്കപ്പെട്ട സമയത്ത് ഉള്ള ആ ചടങ്ങുകളൊക്കെ പലപ്പോഴും വിട്ടുപോകാറുണ്ട്. അവിടെ ലേബർ റൂമിൽ നമ്മളിങ്ങനെ പുറത്തിങ്ങനെ കുത്തിരിക്കും. മരുമകളെ അല്ലെങ്കിൽ മകളെ ലേബർ റൂമിൽ കയറ്റിയാൽ ഇങ്ങനെ ഉമ്മമാരിങ്ങനെ പുറത്ത് ഉറക്കം കഴിഞ്ഞ് കുത്തിരിക്കും. അവസാനം പ്രസവിച്ചെന്നങ്ങോട്ട് കേട്ട് കുഞ്ഞിനങ്ങോട്ട് കിട്ടിയാൽ പിന്നെ അത് ഫോട്ടോ എടുക്കലും സ്റ്റാറ്റസ് വെക്കലും ഈ തിരക്കിലായി. ആ കുട്ടിക്കൊരു ബാങ്കു ഇഖാമത്തും കൊടുക്കാനോ മധുരം കൊടുക്കാനോ വിട്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ സഫാ മലയുടെ മുകളിൽ ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ്. മർവത്തി മുസ്തജാബ്, മർവ കുന്നിൻ്റെ മുകളിൽ ദുആക്ക് ഇജാബത്തുണ്ട്. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വദ്ദുആഉ ഇൻദൽ ജമറാത്തി സലാസി മുസ്തജാബുൻ. 3 ജംറകളിൽ ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്താ, ജംറത്തുൽ അഖബ, ഇങ്ങനെ 3 ജംറകളുടെ സമീപത്തും ദുആക്ക് ഇജാബത്തുണ്ട്. 15 സ്ഥലങ്ങൾ ഒരേ സ്ഥലത്തു തന്നെ ഒരേ നാട്ടിൽ തന്നെ അല്ലാഹു തആല മുസ്തജാബു ദഅവത്തായിട്ട് തന്നിരിക്കുകയാണ്. ഇങ്ങനെ 15 സ്ഥലങ്ങൾ തന്ന വേറെ ഒരു നാട് പരിശുദ്ധമായ മക്കയല്ലാതെ ഇല്ല എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബലി പെരുന്നാൾ വരുന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട്. ഇത് ബറക്കത്തായ 10 രാത്രികളാണ്. പരിശുദ്ധ ഖുർആൻ വലയാലിൻ അശ്ർ, 10 രാത്രികൾ സാക്ഷി എന്ന് പറഞ്ഞ ആ രാത്രികളാണിത്. ഉദ്ഹിയ്യത്ത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. 7000-8000 രൂപയൊക്കെ ഉണ്ടായാൽ ഇന്ന് ഒരു ഓരിയിൽ കൂടാം, ഒരു വിഹിതം ലഭിക്കും. നമ്മൾ സന്നദ്ധരാവണം. ഇവിടെ അറിവുണ്ടാവാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ അല്ലെങ്കിൽ താഴെ തലയാട്ടം ഇവിടെ തന്നെ ഉണ്ടോ? മാഷാ അല്ലാ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. സഹോദരിമാർ, ഉമ്മമാർക്കും ഇത് സുന്നത്താണ്. ഉമ്മമാർക്കും ഉദ്ഹിയ്യത്തിൽ പങ്കെടുക്കൽ സുന്നത്താണ്. നമ്മൾ ശ്രദ്ധിക്കണം. സുന്നത്തായ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ സുന്നത്തായ കർമ്മമാണ് ഉദ്ഹിയ്യത്ത് ശാഫിഈ മദ്ഹബിൽ. പക്ഷേ ഉദ്ഹിയ്യത്ത് അറവ് നടത്തുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ ആരും അറുത്തതിൻ്റെ രക്തമോ അറവ് നടത്തിയതിൻ്റെ മാംസമോ അല്ലാഹുവിന് ആവശ്യമില്ല. അതല്ലാഹുവിലേക്ക് എത്തുന്നില്ല. മറിച്ച് അല്ലാഹുവിലേക്ക് എത്തുന്നത് വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളെ ഓരോരുത്തരുടെയും കൽബിലുള്ള തഖ്വയാണ്, ഓരോരുത്തരുടെയും ഇഖ്ലാസാണ്. അറവ് നടത്തുമ്പോൾ ഇഖ്ലാസ് വേണം. ഇത് ആരെയും ബോധിപ്പിക്കാനല്ല, ഇത് വേറെ ഏതെങ്കിലും മഹലിനെ തോൽപ്പിക്കാനല്ല. അപ്പുറത്തെ മഹലിൽ 10 ഉള്ളൂ, എന്നാലും നമ്മൾ ചെറിയ ആളുകൾ, ചെറിയ മഹല്, ഈ മഹലിൽ നമുക്ക് 15 ആക്കണം, അല്ലെങ്കിൽ അപ്പുറത്ത് 2 ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അവരെ തോൽപ്പിക്കണം, ഇവിടെ 4 ആക്കണം. ഈ ഒരു ചിന്തയിലല്ല ഖുർആൻ പറയുകയാണ്, വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളെ ഓരോരുത്തരുടെയും കൽബിലുള്ള തഖ്വയാണ് അല്ലാഹു നോക്കുന്നത്. എന്തുകൊണ്ടാണ്? ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അവർ ബലിയറവ നടത്തിയാൽ ആ മൃഗത്തിൻ്റെ രക്തം കൊണ്ടുവന്ന് കഅബയിൽ തേക്കുന്ന ഒരു സ്വഭാവം, ഒരു പ്രവണത ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ സമ്പ്രദായം പിന്നീട് ഇസ്ലാം വന്നതിന് ശേഷവും ചില സ്വഹാബികൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അവർ ബലിയറവ് നടത്തിയാൽ, ഉദ്ഹിയ്യത്തറവ് നടത്തിയാൽ അതിൻ്റെ രക്തം കൊണ്ടുവന്ന് കഅബയിൽ തേക്കുന്ന സ്വഭാവമുണ്ട്. ഇവിടെയാണ് ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ രക്തമല്ല അല്ലാഹുവിന് വേണ്ടത്, നിങ്ങൾ അറവ് നടത്തിയ മാംസമല്ല അല്ലാഹുവിന് വേണ്ടത്, വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ ഓരോരുത്തരുടെയും തഖ്വയാണ് അല്ലാഹുവിന് ആവശ്യമുള്ളത്. എന്ന് പറഞ്ഞാൽ ഉദ്ഹിയ്യത്തിൽ നിയ്യത്ത് വേണം. നിയ്യത്ത് വേണം. നിങ്ങളെ വിളിച്ചു, സെക്രട്ടറി വിളിച്ചു, അല്ലെങ്കിൽ പള്ളി പ്രസിഡന്റ് വിളിച്ചു, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താണ് ഹാജിയാരെ ഈ കൊല്ലത്തെ ഉദ്ഹിയ്യത്തിന് കൂടുന്നില്ലേ? ആ ഉദ്ഹിയ്യത്തിന് കൂടാം. എത്രയാണ്? ഒരു 7000-8000 രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആയിക്കോട്ടെ, ഞാൻ മകനോട് ഗൂഗിൾ പേ ചെയ്യാൻ പറയാം. ആയിക്കോട്ടെ,
മകനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉളുഹിയത്തിൽ കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു 8000 രൂപ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് വിട്ടുകൊടുക്കണം. മകൻ ഉടനെ തന്നെ 8000 രൂപ സെക്രട്ടറിയുടെ നമ്പറിലേക്ക് വിട്ടു. സെക്രട്ടറി എഴുതിയും വെച്ചു, ഇന്ന ഹാജിയാർ 8000 രൂപ. ശരി. പെരുന്നാളിനൊന്ന് പോത്ത് കൊണ്ടുവന്ന് വിറ്റ്, ഹാജിയാരെ നിങ്ങളെ പോത്ത് അതാണ് കേട്ടോ, ആയിക്കോട്ടെ ശരി, അതൊന്ന് കൂടി കൊടുക്കേ. ഓ ജോറായി. എവിടെ കൂട്ടരെ കച്ചവടം നടന്നത്? നിങ്ങൾ കടലാസിൽ എഴുതിയതുകൊണ്ട് കച്ചവടാവൂല. ഹാജിയാർ 8000 തന്നിട്ടുണ്ട് എന്ന് സെക്രട്ടറി എഴുതിച്ചുകൊണ്ട് കച്ചവടാവൂല. ഇയാൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തുകൊണ്ട് കച്ചവടാകൂല. കച്ചവടത്തിന് ഷർത്തില്ലേ? എന്താ ഷർത്ത്? ഈജാബ് കബൂൽ ഉണ്ടായിരിക്കണം. എന്താ ഈജാബ് കബൂൽ? ഞാൻ ഈ വസ്തു ഇത്ര രൂപക്ക് നിങ്ങൾക്ക് ഇതാ വിറ്റിരിക്കുന്നു, അപ്പോൾ വാങ്ങുന്ന വ്യക്തി ഞാൻ ഇത്ര രൂപക്ക് ഈ വിഹിതം വാങ്ങിയിരിക്കുന്നു. ഈ ബൈഅ നടക്കണം. അല്ലാതെ നിങ്ങൾ കടലാസിൽ ഇതുകൊണ്ട് ബൈഅ ആകൂല. അപ്പൊ നിങ്ങൾ ചോദ്യം, മൗലിയാരെ ഇതന്നെയല്ലേ ഇപ്പൊ ഈ നടന്നത്? ഇതിപ്പാട് വിൽക്കലും വാങ്ങലും തന്നെയല്ലേ നടന്നത്? ശരി, വിൽക്കലും വാങ്ങലൊക്കെയാണ് നടന്നത്, പക്ഷെ പറയണം ഈജാബ്. അപ്പോൾ പിന്നെ കടയിൽ ചെന്നിട്ട് 2 കിലോ പഞ്ചസാര ഞാൻ നിങ്ങൾക്ക് വിറ്റിരിക്കുന്നു, 2 കിലോ പഞ്ചസാര ഇത്ര രൂപക്ക് ഞാൻ വാങ്ങിയിരിക്കുന്നു, അത് വേണ്ട എന്നും ഫുഖഹാവ് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ സാധനങ്ങൾക്കൊന്നും വേണ്ട. ഇതൊക്കെ എവിടെയാണെന്നറിയാം അബദ്ധം. നമ്മളൊരു വാഹനം എടുത്തു, ഒരു കാർ എടുത്തു, 10 ലക്ഷം രൂപ. നമ്മൾ പോയി ആ 10 ലക്ഷം രൂപ നമ്മൾ ആ ഷോറൂമിൽ കൊണ്ടുപോയി കൊടുത്തു. ജോറായി കാറൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ വെച്ച്. എവിടെ കച്ചവടം നടന്നത്? കച്ചവടം എവിടെ നടന്നത്? കച്ചവടം റെസീപ്റ്റിൽ നടന്നിട്ടുണ്ട്. റെസീപ്റ്റ് തന്നിട്ടുണ്ടല്ലോ 10,000 കൊടുത്തു എന്നുള്ളതിന്. അതുപോരാ. മറിച്ച് നിങ്ങൾ ആ വാഹനം വാങ്ങുന്ന സമയത്ത് ഞാൻ ഇതാ 10 ലക്ഷം രൂപക്ക് ഈ കാറ് നിങ്ങൾക്ക് വിറ്റിരിക്കുന്നു എന്നതിൻ്റെ ഓണർ പറയണം. ഞാൻ ഇത്ര രൂപക്ക് ഈ കാർ വാങ്ങിയിരിക്കുന്നു എന്ന് വാങ്ങുന്ന വ്യക്തിയും പറയണം. അപ്പോൾ ഉദ്ഹിയത്തിൽ ആദ്യം, ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയാൻ വേണ്ടി പറയാണ്, ആദ്യം കച്ചവടം നടക്കണം. ബൈഅ നടക്കണമെങ്കിൽ ഈ ഉരുവിൻ്റെ ഒരു വിഹിതം 8000 രൂപക്ക് ഞാൻ നിങ്ങൾക്ക് വിറ്റിരിക്കുന്നു, 8000 രൂപക്ക് അതിനൊരു വിഹിതം ഞാൻ വാങ്ങി. ഇത് പറയുന്ന വേണം. ഈജാബ് കബൂൽ ഉണ്ടായിരിക്കണം. അത് ബൈഅ ശരിയാകാനുള്ള ഷർത്താണ്. നിയ്യത്ത് വേണം. നിയ്യത്ത് വേണം. ഉദ്ഹിയത്തിന് എന്ന് പറഞ്ഞ പൈസ കൊണ്ട് കൊടുത്തു, വേറൊരു വർത്താനമില്ല. ഇത് എൻ്റെ സുന്നത്തായ ഉദ്ഹിയത്താണ് എന്ന് പറഞ്ഞ് അത് നിയ്യത്ത് വെക്കണം. അപ്പോഴേ അത് ഉദ്ഹിയത്താകൂ. അല്ലാത്ത പക്ഷം ഇറച്ചി വാരി കൊടുത്ത കൂലി കിട്ടും. പക്ഷേ ഉദ്ഹിയത്തിൻ്റെ നിയ്യത്ത് വെച്ചെങ്കിൽ മാത്രമേ ഇത് ഉദ്ഹിയത്തായിട്ട് പരിഗണിക്കുകയുള്ളൂ. ഷാഫിഈ മദ്ഹബിൽ ഉദ്ഹിയത്ത് സുന്നത്താണ്, നിർബന്ധമാണെന്ന് പറയുന്ന മദ്ഹബുകളും ഉണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ വരുന്നില്ല. ഞാനത് സൂചിപ്പിച്ചത് അത്രയേറെ പ്രാധാന്യമുള്ള സംഗതിയാണ് ഉദ്ഹിയത്ത് എന്ന് പറയാൻ വേണ്ടിയാണ്. ഉദ്ഹിയത്ത്, സഹോദരിമാരെ, നിങ്ങൾക്കും ഉദ്ഹിയത്ത് സുന്നത്താണ്. ഒരു വിഹിതത്തിൽ കൂടാം. ഒരു ഷെയർ നിങ്ങൾക്കുമാവാം. 7000 8000 രൂപ ഭർത്താക്കന്മാരായ നമ്മൾക്ക് ഭാര്യമാർക്ക് പണം കൊടുത്ത് അവരെ അതിൽ ഭാഗവാക്കാകാം. കഴിഞ്ഞ കൊല്ലം നീ കൂടിയിട്ട് എന്നാ ഈ കൊല്ലം ഭാര്യ കൂടട്ടെ. ഉദ്ഹിയത്തിൻ്റെ അറുക്കാനുള്ള ജീവിയെ കാണൽ സുന്നത്താണ്. ഉമ്മമാർക്ക് വേണ്ടി ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഇവിടെ കമ്മിറ്റി കൊണ്ടുവന്നു, ഉരുവിനെ കൊണ്ടുവന്നു, നിങ്ങളത് കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ കച്ചവടം നടത്തിയാൽ മതി. ഒന്നുകിൽ അങ്ങനെ നിങ്ങൾ വക്കാലത്താക്കി ആൾ കച്ചവടം നടത്താം. അതേസമയം കണ്ടാലും ഉദ്ഹിയത്തിൻ്റെ ജീവിയെ കാണൽ സുന്നത്താണ്. എവിടെ വെച്ചാ അറുക്കേണ്ടതെന്നൊക്കെയുള്ള ഫുഖഹാ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരെയും കുടുംബത്തിൻ്റെ മുന്നിൽ വെച്ച് അറുക്കലാണ് നല്ലത് എന്നൊക്കെ കിതാബുകളിലുണ്ട്. ഞാനതിപ്പോൾ വസ്വാസാക്കുന്നില്ല. ഇന്ന് സംഘടിതമായ ഉദ്ഹിയത്തായതുകൊണ്ട് പലപ്പോഴും അത് സൗകര്യപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് അറവ് നടത്താറാണ് പതിവ്. എന്നാൽ ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ അനുജനും എൻ്റെ ഭാര്യയും എൻ്റെ ഉപ്പയും ഉമ്മയും ഇവർ ഞങ്ങൾ 7 ആളും കൂടി ഒരു ഉരുവിനെ വാങ്ങി. ആ ഉരും കൊണ്ടുപോയിട്ട് എവിടെയോ കൊണ്ടുപോയി ഇറക്കണമെന്നില്ല. അതും പള്ളിപ്പറമ്പ് കൊണ്ടുപോയി ഇറക്കേണ്ട ആവശ്യം ഇല്ല. എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും അഫ്ളലായത് അഹ്ലിൻ്റെ ഇടയിൽ സ്വന്തം വീടിൻ്റെ സമീപത്ത് വെച്ച് അറക്കലാണ് എന്ന് മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ സന്ദർഭോചിതമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ചുരുക്കത്തിൽ ഇങ്ങനെ കുറേ ആദാബുകൾ പാലിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്കറിയുന്നതാണ് ഉദ്ഹിയത്തിൽ ഉദ്ദേശിച്ച ആളുകൾക്ക് ഈ നഖം, മുടി, താടി പോലെയുള്ള കാര്യങ്ങളൊന്നും നീക്കം ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. നീക്കിയത് കൊണ്ട് ഉദ്ഹിയത്ത് സ്വഹീഹാവാതിരിക്കുകയില്ല, പക്ഷെ നീക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അതാ പെരുന്നാളിൻ്റെ അന്ന്, ബലിപെരുന്നാളിൻ്റെ അന്ന് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാതിരിക്കലാണ് അഫ്ളല്.
മറിച്ച് പള്ളി നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി ഉളുഹിയത്തിൻ്റെ മാംസമായിരിക്കണം ആദ്യം കഴിക്കേണ്ടത് എന്ന് ഫുഖഹാ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ചിലപ്പോൾ ചില നാട്ടിൽ നേരം വൈകുന്നേരമാവും ഉളുഹിയത്തിൻ്റെ മാംസം കിട്ടുമ്പോൾ. പറ്റുവാണെങ്കിൽ അങ്ങനെ. ഞാൻ പറഞ്ഞു വന്നത് ആ ഉളുഹിയത്തിൻ്റെ മാംസത്തിനുള്ള മഹത്വമാണത്. അവിശ്വാസികൾക്ക് കൊടുക്കൽ ഹറാമാണ്. അത് അവരെ നമ്മൾ മാറ്റി നിർത്തിയൊന്നുമില്ല, ഒരു മതസൗഹാർദ്ദം ഇല്ലാതെ ചെയ്യുന്നില്ല, അത് അവരിഷ്ടപ്പെടുന്നില്ല. നമ്മൾ മതാചാരപ്രകാരം അറവ് നടത്തിയ ഒരു മാംസം കൊണ്ടുപോയിട്ട് അന്യമതസ്ഥർ കൊടുക്കുക എന്നുള്ളത് അവർക്കിഷ്ടമല്ല. ഏതുപോലെ അവരെ മതാചാരപ്രകാരം ശബരിമലയിൽ നിന്നോ മറ്റോ കൊണ്ടുവന്ന മാംസമോ അതല്ലെങ്കിൽ അതുപോലെയുള്ള വസ്തുക്കളോ അവരെ പൂജാകർമ്മങ്ങൾ കഴിച്ചതിന് ശേഷം അവർ നമുക്ക് തരാറില്ല. അവർക്കറിയാം അത് മുസ്ലിമുകൾ കൊടുക്കാൻ പറ്റിയതല്ല എന്ന്. എന്നാലോ ഏത് മതം, ഇവിടെ ഒരു ഉളുഹിയത്തിൻ്റെ മാംസം നമ്മൾ മതാചാരപ്രകാരം അറവ് നടത്തിയതാണ്. അത് വേവിച്ചും കൊടുക്കാൻ പാടില്ല, പച്ചയിലും കൊടുക്കാൻ പാടില്ല. കാരണം അത് നമ്മൾ മതത്തിൻ്റെ ആചാരപ്രകാരം നടത്തിയ ഒരു മാംസം അവർക്ക് കൊടുക്കുക എന്നുള്ളത് അത് അവരും ഇഷ്ടപ്പെടുന്നില്ല. എന്നാലോ പെരുന്നാളിന് നമ്മളെ വീട്ടിൽ നമ്മുടെ അയൽവാസിയായ അന്യമതസ്ഥൻ നമ്മളെ വീട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി വേറെ ഭക്ഷണം നമ്മൾ പാകം ചെയ്തു വെക്കാം. ഏത് ഇസ്ലാം അത് പറയുന്നത് മനസ്സിലാക്കണം നമ്മൾ. ഇത് മാത്രമേ നമ്മൾ കേൾക്കൂ, ഉളുഹിയത്തിൻ്റെ മാംസം കൊടുക്കാൻ പാടില്ല. ഏത് ഇസ്ലാം? എൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഞാൻ വയറു നിറക്കുന്നത് പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമാണിത്. അപ്പൊ ഈ ഉളുഹിയത്തിൻ്റെ മാംസം കൊടുക്കരുത് എന്ന് പറഞ്ഞത് അതൊരു മതാചാരപ്രകാരം നടത്തപ്പെട്ട ഒരു ഇബാദത്താണത്, അതുകൊണ്ടാണ് അത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. അതവർ വാങ്ങാനും അവർ ഇഷ്ടപ്പെടുന്നില്ല. അവരാരും അവരുടെ മതാചാരപ്രകാരം അമ്പലങ്ങളിലോ ചേർച്ചുകളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ശബരിമലയിലോ അവരുടെ പൂജാകർമ്മങ്ങൾ നടത്തിയിട്ട് ഉള്ള വസ്തുക്കൾ, മധുരപലഹാരങ്ങളാകട്ടെ, അവരറവ് നടത്തിയ ഏതെങ്കിലും മാംസമാകട്ടെ, അതൊന്നും അവർ നമ്മൾക്ക് തരുന്നത് അവർക്കിഷ്ടമല്ല. നമ്മളത് വാങ്ങുന്നതും അവർക്കിഷ്ടമല്ല, നമ്മളത് വാങ്ങാനും പാടില്ല. ഇതുപോലെയാണിത്. അതുകൊണ്ട് വേവിച്ചിട്ടും അല്ലാതെയും ഒന്നും മുസ്ലിമേതര വിശ്വാസികൾക്ക് ഉളുഹിയത്തിൻ്റെ മാംസം കൊടുക്കാൻ പാടില്ല, ഹറാമാണ്. പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം സംഗതികളൊക്കെ ഉളുഹിയത്തുമായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ അല്ലാ. ഇന്നത്തെ മഹ്ലറയിൽ ഭക്ഷണം നൽകുന്നത് അബ്ദുൽ അസീസ് എന്ന ഒരു സുഹൃത്താണ്. അള്ളാഹുവെ അള്ളാഹുവെ അദ്ദേഹത്തിന് എല്ലാ ഖൈറും ബറക്കത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നല്ല ആഫിയത്ത് നൽകണേ അല്ലാ. സിഹത്ത് നൽകണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊക്കെ വലിയ ബറക്കാത്ത് ചൊരിയണേ അല്ലാ. അതുപോലെ ഈ സംരംഭവുമായി ഇവിടെ മഹ്ലറത്തുൽ ബദിയയുമായി സഹകരിക്കുന്ന എല്ലാ മാസവും ഇവിടെ വന്ന് സഹകരിക്കുന്ന ആളുകൾക്കൊക്കെയും എല്ലാ ഖൈറും ബറക്കത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ നാടിന് വലിയ സുരക്ഷ നൽകണേ അല്ലാ. ഞങ്ങളുടെ നാടിന് വലിയ കാവൽ നൽകണേ അല്ലാ. ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഇനി ഉസ്താദുമാർക്കൂലേ ഇൻഷാ അല്ലാ എന്താ പറയേണ്ടത്? ഇൻഷാ അല്ലാ ഇനി നമ്മൾ ദുആ ചെയ്യാണ്. സഹോദരിമാരുടെ ഭാഗത്ത് ബക്കറ്റ് ചെന്നപ്പോൾ അതിലേക്ക് സഹകരിച്ച ഉമ്മമാരുണ്ട്. അള്ളാഹുവെ, അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. പിന്നെ ഇൻഷാ അല്ലാ ദുആ ചെയ്യുന്നു. ദുആയ്ക്ക് ശേഷം പുരുഷന്മാർ, നിങ്ങളുടെ കയ്യിലുള്ളത് ഇവിടെ പള്ളിയുടെ ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ ആണല്ലോ ഉപയോഗപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ നല്ലൊരു സംഖ്യ നിങ്ങൾ നിയ്യത്താക്കി വെക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാ ദുആയ്ക്ക് ശേഷം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഒരു ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാ ദുആ ചെയ്യാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم